വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിംഗ് വന്നത് 25,699 അതായത് ഒരു 50 പോയിന്റ് വ്യത്യാസമുണ്ട്. നമസ്കാരം, എല്ലാവർക്കും ഫെബ്രുവരി 10 പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ വോളിയം പ്രൊഫൈൽ അനലൈസ് ചെയ്യാം. ഇന്നത്തെ വോളിയം പ്രൊഫൈൽ ഒരു ബാലൻസ്ഡ് ഡി ഷേപ്ഡ് വോളിയം പ്രൊഫൈലാണ്. ട്രെൻഡിങ് ഡേക്ക് ശേഷമാണ് ഈ ഷേപ്ഡ് പ്രൊഫൈൽ സാധാരണ ഫോം ചെയ്യാറുള്ളത്. ഇതിൻ്റെ മിഡിലാണ് VPOC ഫോം ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെയാണ് സാധാരണ മാർക്കറ്റ് ഫുള്ള് സെൽ ഓഫ് ചെയ്യുക. പക്ഷേ ഇന്ന് ഒരു ചെറിയൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും മാർക്കറ്റ് ഇന്ന് സസ്റ്റെയിൻ ചെയ്തത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ ഫോം ചെയ്യുന്നത് ട്രെൻഡ് കണ്ടിന്യൂഷന് മുമ്പോ അതോ ട്രെൻഡ് റിവേഴ്സലിന് മുൻപോ ആണ്. അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ മിക്കവാറും ഒരു ബ്രേക്കൗട്ട് ഡേ തന്നെ ആയിരിക്കും. അത് ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് നമുക്ക് ഓർഡർ ഫ്ലോ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നമുക്ക് നാളത്തെ ട്രേഡ്സ് ഡിസ്കസ് ചെയ്യാം. അതായത് നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്, അതല്ലെങ്കിൽ നാളെ മാർക്കറ്റ് നമ്മുടെ VPOCയുടെ മേലെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഏരിയാസാണുള്ളത് നമുക്ക് ലോങ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് VPOC ഏരിയ ഉണ്ട്, പിന്നെ അതുപോലെ VPOCയുടെ തൊട്ട് മേളിലുള്ള ആ ഒരു ഹൈ വോളിയം നോഡ് ഉണ്ട്. ഈ രണ്ട് ഏരിയയാണ് നമുക്ക് ലോങ്സിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നത്. അപ്പം ആ ഒരു ഏരിയ സപ്പോർട്ട് എടുത്ത് നമുക്ക് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഫ്ലോയോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനോ നമുക്ക് എന്തെങ്കിലും സെറ്റപ്പ് വെച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് എടുക്കാം, ഒരു കോൾ ബൈ ചെയ്യാം. ഇതെല്ലാം രാവിലെ മാർക്കറ്റ് VPOCയുടെ മേളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ ഒരു സെൽ ഓഫ് ഉണ്ടായിട്ട് മാർക്കറ്റ് അടിയിൽ വരുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു സെൽ ഓൺ റൈസ് എന്ന് പറഞ്ഞ മോഡിലോട്ട് പോകും. നമുക്ക് VPOC ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് അവിടുന്ന് താഴത്തോട്ട് പുട്ട് ഓപ്ഷൻ, അതായത് നമുക്കൊരു സെല്ല് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ഏരിയാസിലോട്ട് വരാം. അപ്പം ഈ കാണുന്നതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇന്ന് ഇപ്പോൾ വിക്സ് കൂടുതലായ കാരണം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരച്ചിരിക്കുന്നത്. മേളിലുള്ളത് വാല്യൂ ഏരിയ ഹൈ ആണ്, താഴെയുള്ളത് വാല്യൂ ഏരിയ ലോ, നടുക്കിൽ VPOC, പിന്നെ അതിനിടയ്ക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് എനിക്ക് കിട്ടിയ വേറൊരു ലെവലും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം ഈ ലെവൽസാണ് നമുക്ക് നാളെ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാനുള്ള നമുക്ക് ലെവൽസ് ഉള്ളത്. ഇതിൻ്റെ ഒരു ഫുൾ ചാർട്ട്, അതായത് നാളെ ഈ ലെവൽസ് മതിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ചാർട്ട് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻസിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിലോട്ട് വരാം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തത് 25,867 നമുക്ക് വരുന്നൊരു റെസിസ്റ്റൻസ്, ഒരു കോൾ വാൾ എന്ന് പറയുന്നത് ആദ്യത്തെ 25,900 അവിടെ ടോട്ടൽ OI 12 മില്യൺ, പുതുതായിട്ട് 5.2 മില്യൺ കോൾ റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് 26,000 അവിടെ 20 മില്യൺ OI, അവിടെ പുതുതായിട്ട് 5.6 മില്യൺ കോൾ റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,800 അവിടെ ടോട്ടൽ OI വരുന്നത് 14 മില്യൺ, പുതുതായിട്ട് 11 മില്യൺ പുട്ട് റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ വരുന്ന സപ്പോർട്ട് 25,700 അവിടെ ടോട്ടൽ OI വരുന്നത് 10 മില്യൺ, 5.8 മില്യൺ പുട്ട് റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയർ ആയ കാരണം ഗാമ എക്സ്പോഷ്യറിൻ്റെ ചാർട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ഗാമ എക്സ്പോഷ്യറിൻ്റെ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം 25,850 എന്ന് പറയുന്നത് ഒരു സീറോ ഗാമ റേഞ്ചാണ്. അതൊരു സപ്പോർട്ടും അല്ല റെസിസ്റ്റൻസും അല്ല. അപ്പം ആ ഒരു റേഞ്ചിന് പ്രസക്തിയില്ല. നമ്മൾ നേരത്തെ OI നോക്കിയ പോലെ 25,800 തന്നെയാണ് ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. 800 മാത്രമല്ല, 750, 700 ഈ 3 റേഞ്ചും നമുക്കൊരു സപ്പോർട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ താഴത്തോട്ട് സേഫ് ആണെന്ന് തോന്നുന്നു. 25,700 ബ്രേക്ക് ആയാലാണ് നമുക്ക് കുറച്ച് പേടിക്കാനുള്ളത്. പിന്നെ മേലോട്ട് വരുമ്പോഴത്തേക്കും 25,900 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. എക്സ്പയറി ഡേയെ പറ്റി പറയാനുള്ളത്, നമുക്ക് ഈ ഒരു 100 പോയിൻ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് ശാന്തമായിരിക്കും. അതായത് 25,800, 25,900 എന്നീ റേഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ 25,900 മേലെ മാർക്കറ്റ് ഒന്ന് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വൈൽഡ് മൂവ്മെൻറ്റ്സ് വരണം എന്നുണ്ടെങ്കിൽ 25,800 എന്ന് പറഞ്ഞ സപ്പോർട്ട് പൊട്ടണം. അതിപ്പം 25,800 പൊട്ടുകയാണെങ്കിൽ 25,700 വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 25,700 തൊട്ട് 900 വരെ ഒരു 200 പോയിൻറ്റിൻ്റെ വൈൽഡ് മൂവ്മെൻ്റാണ് വേഴ്സ്റ്റ് കേസ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. 25,700 കൂടെ പൊട്ടുകയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ, അത് നാളെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ
ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലെ പോസിറ്റിവിറ്റി വെച്ചിട്ട് 25,700 പൊട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് 25,700ൻ്റെയും 25,900ത്തിൻ്റെ ഇടയിൽ ഒരു 200 പോയിൻറ്റിൽ ആയിരിക്കും വേഴ്സ്റ്റ് കേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ മാർക്കറ്റ് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.